ശബരിമല കൊള്ള കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത പ്രമുഖനായിരുന്നു മുരാരി ബാബു. മുരാരി ബാബു കഴിഞ്ഞ ദിവസം രോഗബാധിതനായി മരിച്ചിരുന്നു. അപ്പോൾ മുരാരി ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ? ഇനി കൊന്നതാണോ അദ്ദേഹത്തിനെ? അങ്ങനെ ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അഭ്യൂഹങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല അതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ഒരു സാധാരണ മരണമാണെന്ന് അങ്ങോട്ട് 100% വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം കരൾ രോഗബാധിതനായിരുന്നു. ഏതാനും മാസങ്ങളായി അദ്ദേഹം ക്യാൻസർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോഴോ അതല്ലെങ്കിൽ അതിനു മുമ്പോ അദ്ദേഹം കരൾ രോഗബാധിതനായിരുന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നോ എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരിതിനെ പറ്റിയിട്ട് ഇതുവരെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏതായാലും മുരാരി ബാബുവിൻ്റെ വീട്ടുകാർക്ക് വലിയ നഷ്ടമാണ് മുരാരി ബാബു മരിച്ചത് കാരണം. അപ്പോൾ മുരാരി ബാബുവിൻ്റെ മരണം കൊണ്ട് ആർക്കെങ്കിലും നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഈ ശബരിമല കൊള്ള കേസിൽ, സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു രക്ഷപ്പെടാനുള്ളൊരു പഴുത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മളതിനെ കാണുകയാണെങ്കിൽ ഇത് ഒരു നാച്ചുറൽ മരണം ആയിക്കൊള്ളുന്നില്ല. ഒരു എലിമിനേഷൻ ഓഫ് എ പോസിബിൾ ത്രെറ്റ്, ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ്, അങ്ങനെയുള്ള ഒരു ഭീഷണീനെ ഒഴിവാക്കി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒന്നാമത്തെ ശബരിമല കൊള്ളക്കേസിൽ, സ്വർണ്ണക്കൊള്ളക്കേസിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. CPM മാത്രമൊന്നുമല്ല, കോൺഗ്രസ്സുകാരും ഇൻവോൾവ് ആണ് അല്ലേ. ഈ ഒരു പോറ്റി ഉണ്ടല്ലോ, പോറ്റി, അയാൾക്കിനെയും ലോകത്തിലുള്ള ഇന്ത്യയിലുള്ള മറ്റേ BJP-കാരുടെ നേതാക്കന്മാരൊഴിച്ച് ബാക്കി എല്ലാവരെയും പോയി അയാൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലൊരു പ്രമുഖ സിനിമാ നടനും അയാളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനോ അയാളുമായിട്ടും ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കടകംപള്ളിനെയൊക്കെ പറ്റി നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് കുടുംബത്തെ കയറ്റാൻ കൊള്ളാത്ത വ്യക്തി എന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇയാൾ ഇരുന്നിരുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു പൊസിഷനിലാണ് ഇയാൾ ഇരുന്നിരുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാം എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കണം. ഇതുപോലെ വേറെ 1-2 കേസുണ്ട്. അതിലേക്ക് ജനിക്കണേന് ഡെക്കേഡ്സിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ അവർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് ജിമ്മി നഗർവാല എന്നായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അക്കൗണ്ടിൽ നിന്ന്, അതായത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെക്കൊന്നുമില്ലാതെ ടെലിഫോണിൻ്റെ പുറത്ത് 65 ലക്ഷം രൂപ വലിച്ചെടുത്തു. ഇന്ദിരാഗാന്ധി ബാങ്കിലെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, പാർലമെൻറ്റ് സ്ട്രീറ്റിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 65 ലക്ഷം രൂപ അർജൻറ്റായിട്ട് വേണം, ചെക്ക് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുക, ഇപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കണം, ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് എനിക്ക് പൈസ ഡെലിവർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക് മാനേജർക്ക് ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം കേട്ട് അറിയാം. കാരണം അന്ന് ഇത്രയും വലിയ ഒഫീഷ്യൽ ലെവൽസ് ഒന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ശരി മാഡം, ചെക്ക് പിന്നെ തന്നാൽ മതി, ഞാൻ പൈസ കൊടുത്തു വിടും എന്ന് പറഞ്ഞ് അയാൾ പൈസ കൊടുത്തു വിട്ടു. 65 ലക്ഷം രൂപ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഈ സെക്രട്ടറി സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ജിമ്മി നഗർവാല നിൽക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു ബാങ്കുകാർ. വാട്ട് ഹാപ്പൻസ്? ഈ ചെക്ക് തിരിച്ചു കൊടുത്തില്ല. അതിൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ട ഇന്ദിരാഗാന്ധി ചെക്ക് കൊടുത്തില്ല. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൻ്റെ മാനേജർ ഇന്ദിരാഗാന്ധിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്ത് ചെക്ക്, എന്ത് പൈസ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ നിങ്ങളോട് വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ 65 ലക്ഷം രൂപ അവിടെ കൊണ്ടുവന്ന് ജിമ്മി നഗർവാലയും മാഡം കൂടി ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും 65 ലക്ഷം രൂപ പോയി എന്നുള്ള കാര്യം ബാങ്കിൻ്റെ മാനേജർക്ക് മനസ്സിലായ അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ജിമ്മി നഗർവാലയാണ് ഫോൺ ചെയ്ത് പൈസ മേടിച്ചതെന്ന് പറഞ്ഞു. ജിമ്മി നഗർവാലിനെ അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജിമ്മി നഗർവാല ജയിലിൽ ചത്ത് കിടക്കുന്നു, തല്ലിക്കൊന്ന. പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല, ഓട്ടോപ്സി ഒന്നും ചെയ്തില്ല. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടിയുള്ള 3-4 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. 4 പേരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. ഉദാഹരണം പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ ഈ 2G സ്പെക്ട്രം കത്തി നിൽക്കുന്ന സമയത്ത് ദയാനിധി മാരനും മറ്റേ വേറൊരു മാരനുണ്ടല്ലോ, കലാനിധി മാരൻ, അവരുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു മുസൽമാൻ. അയാൾ പച്ചമീൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് മദ്രാസിൽ വന്ന ആളാണ്. അയാൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾ കോടീശ്വരനായി. റിയാലിറ്റി ബിസിനസ്, കൺസ്ട്രക്ഷൻ ആൻഡ് സ്ഥലം ഒക്കെ അറിയുന്ന ബിസിനസ്. അപ്പോൾ ഈ 2G സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടിയ കാശിൻ്റെ കുറേ ആൾക്ക് പോയിട്ടുണ്ട്. അത് ഇയാൾക്ക് അറിയായിരുന്നു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യും, CBI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, ഡൽഹിയിലേക്ക്. അപ്പം അയാളൊരു തിങ്കളാഴ്ചയാണ് പോകേണ്ടിയിരുന്നത് CBI ഓഫീസിലേക്ക്. ഞായറാഴ്ച അയാളുടെ വീട്ടിൽ തൂങ്ങിച്ചെത്തും. ഇപ്പം പലരും പറയണ അയാൾ തൂങ്ങിച്ചെത്തുന്നല്ല, തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു എന്താ പറയണ, ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അവരെ കൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ചിലർ വളരെ മിടുക്കന്മാരാണ് കൊലപാതകം നടത്താനായിട്ട്. പ്രത്യേകിച്ചും അറിയില്ലേ, വാടിക്കൽ രാമകൃഷ്ണൻ്റെ പേര് കേട്ടിട്ടില്ലേ? പിന്നെ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുത്തു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം ഈ നാട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ ഇത്രയും സാഹചര്യം ഇങ്ങനെ നടന്ന സ്ഥിതിക്ക് ഇത് ഒരു ഓട്ടോപ്സി ചെയ്യേണ്ടതായിരുന്നു, മരണകാരണം ശരിക്കും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. തീർച്ചയായും. അല്ല, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ മരണപ്പെട്ടതിന് ശേഷമാണ് ഇത്ര വലിയ ഭീകരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. 90 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രീതി മാറിയാൽ തന്നെ ഇവർക്ക് രോഗം മൂർച്ഛിക്കാനൊക്കെ ഒരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതായാലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം വരണ പോലെ അല്ലല്ലോ വരണേ. കരൾ രോഗമൊക്കെ ഹൃദയസ്തംഭനം വരുന്ന പോലെ അല്ലല്ലോ തന്നെ. ഞാനൊക്കെ കരൾ രോഗബാധിതനാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ മരുന്നൊക്കെ കഴിച്ചിങ്ങനെ എത്രയോ നാളായി ഡയഗ്നോസ് ചെയ്തിട്ട്. അപ്പോൾ അത് പല രീതിയിൽ വന്നിരിക്കാം. പക്ഷെ അത് കണ്ടുപിടിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം എന്നെ തല്ലിക്കൊന്നാലും എൻ്റെ വീട്ടുകാർ പറയും അയാൾക്ക് കരൾ രോഗം 4 വർഷമായിട്ട് ഇയാൾ സിറോസിസ് ബാധിതനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡോക്ടറുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവായി. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് ആ രീതിയിലൊരു അന്വേഷണം നടത്താതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കേരള പോലീസാണ്, നല്ല മിടുക്കന്മാരാണ്. കൊലപാതക ആത്മഹത്യയാക്കാൻ മിടുക്കന്മാരാണ് കേരള പോലീസ്. ഇയാൾക്ക് കൊടുത്ത മരുന്നുകൾക്ക് അകത്ത് മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇയാൾ ഏതൊക്കെ ആസ്പത്രിയിൽ കിടന്നു എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. സർക്കാർ ആശുപത്രിയിലാണ് തീർച്ചയായിട്ടും മരുന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് പറഞ്ഞാൽ പോരാ, മറ്റേ ആ മരുന്നിന് വരും കുറച്ച് സയനൈഡ് കുത്തിക്കയറ്റാം, അല്ലെങ്കിൽ ആർസനിക് മരുന്ന് എലിക്ക് കൊടുക്കണ എലിവിഷം ഉണ്ടല്ലോ, അത് കുത്തിക്കയറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കും. പണ്ടൊരു പീഡന കേസിൽ പ്രതിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, കിളിരൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ ആഴ്സനിക് പോയിസൺ വഴിയല്ലേ കൊന്നത്. കേരള രാഷ്ട്രീയത്തിലെ വൻ തോക്കുകളുടെയൊക്കെ മക്കൾക്ക് അതുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നടക്കാനായിട്ടുള്ള സാധ്യത കുറേ ഇതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ RDO ഇതൊരു പത്തനംതിട്ടയിലുള്ള കണ്ണൂരിലെ നവീൻ ബാബു, അദ്ദേഹം എങ്ങനെ മരിച്ചു? ആത്മഹത്യയാണെന്ന് ചുമ്മാ നമുക്ക് പറയാം, ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയാം. എങ്ങനെ മരിച്ചു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർക്കോ അല്ലെ ഓട്ടോപ്സി നടത്തിയ ഡോക്ടർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ആർക്കൊക്കെയാണ് ലാഭം കിട്ടാനുള്ളതെന്ന് പരിശോധിക്കണം. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്ത് എനിക്ക് ഭയമുള്ളത് ഇതാണ്, ശബരിമല കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ വൻ തോക്കുകളൊക്കെ പ്രതികളാണ്. ആരും അത്ര മോശമൊന്നുമല്ല എല്ലാവരും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും
അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.